നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഈവൻ ടോണാക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പം ഞാൻ ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിലെ പാടുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ടാൻ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജ്യൂസ് എടുത്തിട്ട് വരാവേ. അപ്പോൾ ഞാൻ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിൻ്റെ ചെറിയ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് പ്യുവർ ആയിട്ടുള്ള പൊട്ടറ്റോയുടെ ജ്യൂസ് കിട്ടും. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പൊട്ടറ്റോയുടെ ജ്യൂസ് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുക്കുക, അതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കുക. നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം നല്ല രീതിയിൽ പൊട്ടറ്റോയുടെ ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1 സ്പൂൺ തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേനാണ്. നമ്മൾ 1 സ്പൂൺ തേന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് തേനും തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പം ഞാൻ 1 സ്പൂൺ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് തരണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. വീട്ടമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.